നമസ്കാരം. ശബരിമല മോഷണക്കേസിൽ അറസ്റ്റിലായ ഒരു പ്രതി ഒഴികെ ബാക്കി എല്ലാവരും ആഴ്ചകളായി ജയിലിലാണ്. ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാന പ്രതി, അയാൾ 90 ദിവസം പിന്നിട്ടിരിക്കുന്നു ജയിൽവാസം. 90 ദിവസം കഴിഞ്ഞാൽ സാധാരണഗതിക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടണം, അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കണം. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആ കേസിൽ ജാമ്യം കിട്ടില്ല എന്നുള്ള പോലീസിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും ഒക്കെ വിശ്വാസം രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ 90 ദിവസം പൂർത്തിയാകുന്നത് ഈ മാസം 31-നാണ്. അങ്ങനെ എല്ലാ പ്രതികളും ജയിലിൽ അനിശ്ചിതകാലമായി കഴിയുന്നു. എന്നാൽ ഒരു പ്രധാനപ്പെട്ട പ്രതി മാത്രം ഇതുവരെ ജയിലിലായിട്ടില്ല. അറസ്റ്റും റിമാൻഡും കഴിഞ്ഞിട്ടും. KP ശങ്കരദാസ് എന്ന CPI നേതാവാണ്. 84 85 വയസ്സുണ്ട്. പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജയിൽവാസം ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ കോടതി എന്തുകൊണ്ട് അയാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു. ശബരിമല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെ മോണിറ്റർ ചെയ്യുന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉന്നതരിൽ ചിലരെ എന്തിനു നിങ്ങൾ ഒഴിവാക്കുന്നു എന്ന ചോദ്യം ചോദിച്ചതിൻ്റെ പിന്നാലെ ജാമ്യാപേക്ഷയുമായി ചെന്നപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ എന്തുകൊണ്ട് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നേരിട്ട് ചോദിച്ചു. പോലീസ് ദുരൂഹമായ കാരണങ്ങളാൽ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു. പോലീസ് അതിന് ന്യായം പറഞ്ഞിരുന്നത് ശങ്കരദാസ് ഗുരുതരാവസ്ഥയിൽ കോമയിലായി ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഉചിതമല്ല. ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിലും അയാളുടെ ആരോഗ്യസ്ഥിതി അതിദയനീയമാണെങ്കിൽ വേണ്ട എന്ന് സുപ്രീം കോടതി വിധിയുണ്ട് എന്നതൊക്കെയായിരുന്നു. പക്ഷേ ഹൈക്കോടതി നിരന്തരമായി ചോദിച്ചതോടെ ശങ്കരദാസ് കൂടി അറിഞ്ഞാണ് ഈ മോഷണമെല്ലാം നടന്നതെന്ന് മുഖ്യപ്രതിയായ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞതോടെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ലാതായി. ശങ്കരദാസിൻ്റെ അസുഖം ശരിയോ തെറ്റോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. 85 വയസ്സുള്ള ശങ്കരദാസിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ പക്ഷാഘാതമോ മറ്റെന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ശങ്കരദാസിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരള പോലീസിലെ ഏറ്റവും ഉന്നതനായ ഒരു ഓഫീസറുടെ പിതാവാണ് എന്നതുകൊണ്ടാണ് എന്നായിരുന്നു വ്യാഖ്യാനം. ഒടുവിൽ നിവൃത്തികെട്ട് കോടതിയെ ഭയന്ന് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് സംഘം ആശുപത്രിയിൽ ചെല്ലുന്നു. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖ 5 സ്റ്റാർ ആശുപത്രികളിൽ ഒന്നായ SP ഫോർട്ടിലായിരുന്നു ശങ്കരദാസ് ചികിത്സ തേടിയിരുന്നത്. ശങ്കരദാസ് ആശുപത്രിയിലായതുപോലും കൂട്ടുപ്രതിയായ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും മറ്റ് 2 ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാതെ അവർക്കൊരു പങ്കുമില്ല എന്ന തരത്തിൽ അന്വേഷണ സംഘം മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ കോടതി ഇടപെടുകയും മറ്റ് 2 പേരെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ശങ്കരദാസിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആശുപത്രിയിൽ ശങ്കരദാസ് പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലാണ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഒടുവിൽ ആശുപത്രിയിൽ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് സംഘം എത്തിയപ്പോൾ ആ ആഘാതത്തിൽ ശങ്കരദാസിന്റെ ആരോഗ്യനില വഷളായി എന്നാണ് ഇവരുമായി ബന്ധമുള്ള ചില വൃത്തങ്ങൾ മറുനാടനോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ പക്ഷാഘാതമോ ICUവിൽ ചികിത്സിക്കേണ്ട സാഹചര്യമോ ശങ്കരദാസിനുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും അറസ്റ്റ് ഒഴിവാക്കാൻ ശങ്കരദാസിനെ ആശുപത്രിയിൽ ICUവിൽ കയറ്റി. താൻ സുരക്ഷിതനാണ് എന്ന് കരുതിയായിരുന്നു ശങ്കരദാസ് മുമ്പോട്ട് പോയത്. ശങ്കരദാസിന് വേണ്ടി ഇതിനിടയിലാണ് അന്വേഷണ സംഘത്തിന് ഒരു പ്രത്യേക വിവരം ലഭിക്കുന്നത്. ശങ്കരദാസ് യഥാർത്ഥ ICUവിലല്ല. ശങ്കരദാസിന് വേണ്ടി ഒരു പ്രത്യേക ICU തയ്യാറാക്കി ആർക്കും അവിടേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. അകത്ത് സംഭവിക്കുന്ന ആർക്കും കാണാൻ പറ്റില്ല. ആർക്കെങ്കിലും അകത്തേക്ക് കയറണമെങ്കിൽ പ്രത്യേക ബയോമെട്രിക് സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ ICU ഒരുക്കി ശങ്കരദാസിനെ സംരക്ഷിക്കുകയാണ് എന്ന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുന്നു. അവർ ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡിന് രൂപം കൊടുക്കുന്നു. പക്ഷാഘാതം സ്ഥിരീകരിച്ചില്ലെങ്കിലും ശങ്കരദാസിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് മെഡിക്കൽ ബോർഡും കണ്ടെത്തുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് അന്വേഷണ സംഘം അംഗീകരിക്കുന്നില്ല. അതിനിടയിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. ശങ്കരദാസിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് ഗുരുതരമായ മാനസികാഘാതവുമുണ്ട് എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രോസിക്യൂട്ടർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ ഊളംപാറയിലേക്ക് മാറ്റാം. ഇത് ശങ്കരദാസിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് വലിയ ഞെട്ടലായി മാറി.
അതിനിടയിലാണ് ഈ സ്പെഷ്യൽ ICU പ്രത്യേകം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അപ്പോൾ തന്നെ ഉത്തരവിട്ടു. ആശുപത്രി മാനേജ്മെന്റിനോട് ആശുപത്രിയുടെ ഒറിജിനൽ പ്ലാനും സ്കെച്ചും നൽകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരത്ത് പുതുതായി പണിതീർത്ത ദേശീയപാതയുടെ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ പുതിയ ആശുപത്രി ഉള്ളത്. SP ഫോർട്ട് ആശുപത്രി നേരത്തെ തന്നെ ഉണ്ടെങ്കിലും ഈ പുതിയ ആശുപത്രി പുതിയതായി രൂപം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ സ്കെച്ചും പ്ലാനും കൃത്യമായി നഗരസഭയുടെ കൈവശമുണ്ട്. ആശുപത്രിയുടെ സ്കെച്ചും പ്ലാനും എടുക്കാൻ തീരുമാനിച്ചതോടെ ആശുപത്രിക്ക് അപകടം മനസ്സിലായി. അവർ അപ്പോൾ തന്നെ ICU ഒഴിവാക്കി ശങ്കർദാസിനെ യഥാർത്ഥ ICUയിലേക്ക് മാറ്റി. ഇതിനിടയിൽ പോലീസ് 2 തവണ അറസ്റ്റ് ചെയ്യാനെത്തി. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആരോഗ്യം ക്ഷയിച്ച ശങ്കർദാസിനെ പോലീസിനെ കണ്ടതോടെ കൂടുതൽ ആഘാതമാവുകയും ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ കുഴപ്പം സംഭവിക്കുകയും ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ശങ്കർദാസിനെ ഈ ആശുപത്രിയിൽ തന്നെ കിടത്തണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം. ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കൊല്ലം വിജിലൻസ് ജഡ്ജായിരുന്നു. ആശുപത്രിയിൽ ശങ്കർദാസിനെ റിമാൻഡ് ചെയ്യാൻ എത്തിയ ജഡ്ജി പക്ഷെ അതിന് വിസമ്മതിച്ചു. മെഡിക്കൽ റെക്കോർഡുകളെല്ലാം എടുത്ത് പരിശോധിച്ച ശേഷം എന്തോ കൃത്രിമത്വം ജഡ്ജിക്ക് ബോധ്യപ്പെടുന്നു. അതോടെ ജഡ്ജി പറയുന്നു, ഒരു കാരണവശാലും ഇവിടെ തുടരാൻ സാധ്യമല്ല. 1 ദിവസം കൂടി ചോദിച്ചു, 1 ദിവസം കൂടി കൊടുത്തു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. SP ഫോർട്ട് എന്ന പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ സുഖചികിത്സയിൽ കഴിഞ്ഞ ശങ്കർദാസിനെ അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റി. കർശനമായ നിർദ്ദേശം കൊടുത്ത് കൊല്ലം വിജിലൻസ് ജഡ്ജി പോവുകയും മാറ്റിയോ എന്ന് കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്തതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ തന്നെയാണ് ഇപ്പോഴും ശങ്കർദാസ്. നിയമപരമായി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ആവശ്യമെങ്കിൽ ജയിലിലേക്ക് തന്നെ മാറ്റാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ശങ്കർദാസിനെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ താമസിപ്പിച്ച് രക്ഷിച്ചെടുക്കാനുള്ള നീക്കം അക്ഷരാർത്ഥത്തിൽ പൊളിയുകയായിരുന്നു. ഊളംപാറയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് വന്നപ്പോഴാണ് വ്യാജ ICU പോലും മാറ്റി യഥാർത്ഥ ICUയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വിവാദങ്ങൾക്കിടയിലാണ് ശങ്കർദാസിന്റെ മകനായ ഹരിശങ്കർ എന്ന IPSകാരൻ, പ്രഗത്ഭനായ IPSകാരൻ, ഇക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട, അഴിമതിക്കാരനായി ആരും പറഞ്ഞിട്ടില്ല, പ്രഗത്ഭനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിക്കുന്നത്. ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ പദവികളിൽ ഒന്നാണ് ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലെ പോലീസ് കമ്മീഷണറെ നിയോഗിക്കുന്നത്. ഈ വിവാദങ്ങൾ തുടരുന്നതിനാൽ അദ്ദേഹം ആ പദവി ഏറ്റെടുത്തില്ല. ഏറ്റവും ഒടുവിൽ ആ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി ഉത്തരവാദിത്വം കുറഞ്ഞ പോലീസ് ക്യാമ്പിന്റെ ചുമതലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഭക്തർ പറയുന്നത് കോട്ടയം SP ആയിരുന്നപ്പോൾ മനീതി സംഘത്തെ ഒളിച്ച് സന്നിധാനത്തെത്തിക്കാൻ ശ്രമിച്ചതിനും ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും മല കയറ്റിയതിനുമുള്ള ഭഗവാന്റെ ശിക്ഷയാണിതെന്നാണ്. എന്തായാലും ശങ്കർദാസിന്റെ പഞ്ചനക്ഷത്ര ആശുപത്രിയിലെ സുഖവാസം അവസാനിച്ചിരിക്കുന്നു. തൽക്കാലം ശങ്കർദാസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.